വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LGS ഫസ്റ്റ് സ്റ്റേജിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസറും അതോടൊപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വരയാടിനെ അല്ലെങ്കിൽ നീൽഗിരി താർ സംരക്ഷിക്കാൻ പ്രോജക്ട് നീൽഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അപ്പൊ വരയാട് നീൽഗിരി താർ അതിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീൽഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാടിന്റെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വരയാടാണെന്ന് നമ്മൾ ഓർത്തു വയ്ക്കും. ഇനി കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികളുടെ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? വിദ്യാവാഹൻ. അടുത്ത ചോദ്യം, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ്. അപ്പൊ ആദിവാസികൾക്കുള്ള അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1-നാണ്. തിരുക്കൊച്ചി സംയോജനം നടന്നത് എവിടെയാണ്? 1940 തിരുക്കൊച്ചി സംയോജനം നടന്ന എപ്പോഴാണ്? 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത്. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ രൂപം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ്. ഇനി ഒന്നാമത്തെ കലാരൂപം ഏതാന്ന് വെച്ചാൽ അത് കൂടിയാട്ടമാണ്. അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റാണ്. ഒന്നാമത്തെ കേരളീയ കലാരൂപം കൂടിയാട്ടമാണെന്നും ഓർത്തു വയ്ക്കുക. അടുത്തത്, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് എന്താണ്? ഡയേറിയ. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡയേറിയാണ്. ഇനി അതിൽ അനീമിയ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഈ മലേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊതുക് പരത്തുന്ന രോഗമാണ്. ഈ ഗൊണേറിയ എന്ന് പറഞ്ഞാൽ അത് ലൈംഗികമായുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണെന്നും ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, മനുഷ്യ രക്ത പര്യവന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതെന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ മനുഷ്യ രക്ത പര്യവന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തത്, എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. 2, എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 4ാമത്തെ പ്രസ്താവനയാണ്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ ധമനികളെല്ലാം ശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. എന്നാൽ ശ്വാസകോശ ധമനി എന്ത് ചെയ്യുന്നുണ്ട്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ളതാണ് ശരി ഉത്തരം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ച ബാക്ടീരിയയാണ് ഈക്കോളി ബാക്ടീരിയ. അപ്പൊ ഈക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തിയ ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറോലിക് കോർപ്പറേഷൻ. എന്താണ്? ന്യൂറോലിക് കോർപ്പറേഷൻ. ഇനി ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡും ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്കുമാണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിലുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിലുള്ള വാക്സിൻ ആണ് എന്താണ്? വെരിസെല്ല വാക്സിൻ. വെരിസെല്ല വാക്സിൻ ആണ് ചിക്കൻ ബോക്സിന് പ്രതിരോധത്തിന് കൊടുക്കുന്ന വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിന് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിന് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. അപ്പൊ ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നതാണ് ആന്റിബയോട്ടിക് അമിത വിനിയോഗം തടയുന്നതിന് കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതി. ഇനി ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? വെരിസെല്ല വാക്സിൻ.
ഇനി BCG വാക്സിൻ എന്ന് പറഞ്ഞ ക്ഷയത്തിന്റെ പ്രതിരോധത്തിന് കൊടുക്കുന്നതാണ് BCG വാക്സിൻ. ഇനി ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്, പോളിയോ നിർമ്മാർജ്ജനത്തിൽ കൊടുക്കുന്ന വാക്സിൻ ആണ്. അത് സാബിനും സാൽക്കും അന്ന് രണ്ട് രീതിയിൽ, ഒന്ന് വാക്സിനും സാൽക്ക് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനുമാണെന്ന് ഓർത്തു വയ്ക്കും. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ കൊടുക്കുന്ന പ്രതിരോധ വാക്സിൻ ആണെന്ന് ഓർത്തു വയ്ക്കും. ഇനി 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ശ്രുതി തരംഗമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം. ആർക്കാണ് കൊടുക്കുന്നത്? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്നത്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 കാലഘട്ടത്തില് ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന ആ സംരംഭത്തിന്റെ പേരാണ് ശ്രുതി തരംഗം. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1056. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഏതാണ്? അനാരോഗ്യമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം എന്താണ്? അനാരോഗ്യമായ ഭക്ഷണശീലം. അടുത്ത ചോദ്യം, മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാഷ്യോർക്കർ. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാഷ്യോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? COVID-19 കാരണമായ രോഗാണുക്കൾ വൈറസ് വിഭാഗത്തിലാണ് പെടുന്നത്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. എന്താണ് താലോലം എന്ന പദ്ധതി? കേരള സർക്കാരിന്റെ പദ്ധതി. ആർക്കാണ് പ്രയോജനപ്പെടുത്തുന്നത്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. ഈ വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ബോർഡെല്ല പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ബോർഡെല്ല പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. VK മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. താഴെ പറയുന്നതിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ D. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷണ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന വനമേഖലയാണ് നാഷണൽ പാർക്കുകൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നവയാണ് വെള്ളായണി റിസ്വ? വെള്ളായണി റിസ്വ എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗം എന്ന് പറഞ്ഞ കാർഷിക വിളയിൽ പെട്ടതാണ്. അടുത്ത ചോദ്യം, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ശാസ്ത്രജ്ഞർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ആർക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞർക്കാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയാണ് വയോമിത്രം. ഇതാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയുടെ പേരാണ് വയോമിത്രം. താഴെ പറയുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? താഴെ പറയുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധയാണ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധയാണ്. ജീവകം B12 അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്?
പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക എന്നതാണ് പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? കൽക്കരിയാണ്. വജ്രം, ഗ്രാഫൈറ്റ്, ഫുളറിൻ, അതുപോലെ ഗ്രാഫീൻ, വജ്രം, ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ ഫുളറിൻ, ഗ്രാഫീൻ, ഇത്രയും എന്താണ്? കാർബണിന്റെ ക്രിസ്റ്റൽ ആകൃതിയിലുള്ള രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുളറിൻ, പിന്നെ ഗ്രാഫീൻ എന്നതുമാണ്. അതിൽ കൽക്കരി ആണ് ഉത്തരമാണ്. അപ്പൊ കൽക്കരി കാർബണിന്റെ ക്രിസ്റ്റലാകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം അല്ല. കാർബണിന്റെ ക്രിസ്റ്റൽ ആകൃതിയുള്ള കാർബൺ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, ഫുളറിൻ. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നത് അതിന് വേണ്ടിയിരിക്കേണ്ട സവിശേഷതയെക്കുറിച്ച് കൊടുത്തിട്ട പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ധാതുക്കളും അയിരുകളാണ്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതുമാകണം. ഇവിടെ ഉത്തരം 2, 3 ശരി. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അതായത് എല്ലാ ധാതുക്കളും അയിരുകളാണ് എന്നുള്ളത് തെറ്റാണ്. എന്താണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. അപ്പൊ രണ്ടാമത് ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. അതുപോലെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിൽ ലോഹം വേർതിരിച്ചെടുക്കാവുന്നത് ആകണം. എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് അയിരായിട്ട് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അയിരിൽ ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. അതുപോലെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. അടുത്തത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഇപ്പൊ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഊർജ്ജം ഏത് രീതിയിലാണ് ഊർജ്ജത്തിന് മാറ്റം സംഭവിക്കുന്നത്? ജനറേറ്ററിൽ യാന്ത്രികോർജ്ജമാണ് വൈദ്യോർജ്ജമാകുന്നത്. ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം എന്തായി മാറുന്നു? വൈദ്യോർജ്ജമാകുന്നു. അടുത്ത ചോദ്യം, ശ്രവണബോധം ഉളവാക്കാൻ കഴിവുള്ള ഊർജ്ജരൂപമാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവന ഏതാണ്? അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഒന്ന്, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം. 3, മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ്. ഇതില് ഓപ്ഷൻ 3 ഒഴിച്ച് ആദ്യത്തെ 2 ഓപ്ഷൻ എന്താണ്? ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം എന്നുള്ളതും ശരിയാണ്. എന്നാൽ മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ന് ഓർത്തുവയ്ക്കുക. കേരള ഗവൺമെന്റ് ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? കേരള ഗവൺമെന്റ് ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി. ഇനി നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുകർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുകർ ആണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത്. അർജുന അവാർഡ് നേടുന്ന ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഗവൺമെന്റ് കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ഇന്ത്യൻ ഗവൺമെന്റ് കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത് ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ്. അത് ഇന്ത്യൻ ഗവൺമെന്റ് കീഴിലാണ് വരുന്നത്. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഇപ്പൊ 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് തുഷാർ ദേശ് പാണ്ഡെയാണ്. തുഷാർ ദേശ് പാണ്ഡെയാണ് IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത്. അടുത്ത ചോദ്യം, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയതാരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർക്കാണ് 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ടത് 1990 ഈഴവ മെമ്മോറിയൽ അതാണ്. അത് സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഇപ്പൊ രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900-ലാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900-ലാണ്. അത് സമർപ്പിക്കപ്പെട്ടത് ആർക്കായിരുന്നു? ലോർഡ് കഴ്സനാണ് സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ലോർഡ് കഴ്സൺ ആണ്. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിനായിരുന്നു ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അത് 1896 സെപ്റ്റംബർ 3-നായിരുന്നു. ഓർത്തുവയ്ക്കുക. 47ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. 48ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്?
നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 2023-24 കാലഘട്ടത്തിൽ 1ാം സ്ഥാനം കേരളത്തോടൊപ്പം പങ്കിട്ട സംസ്ഥാനം. ഇനി കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. കേരളത്തിലെ നദിയെ സംബന്ധിച്ച് ശരിയായത് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് ശരിയായത്. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സമുദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നതാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അടുത്ത 53ാം ചോദ്യവും ഡിലീറ്റഡ് ആണ്. 54ാമത്തെ ചോദ്യം, കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്ന് അറിയപ്പെടുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അവിടെ ഇടവപ്പാതി എന്നും അത് അറിയപ്പെടുന്നു. നിലവിൽ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്ത വ്യക്തി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ലോർഡ് ലില്ലിംഗ്തോ ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തിലെ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ലില്ലിംഗ്തോ. PSC മെമ്പറെ പദവിയിൽ നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നീക്കം ചെയ്യാൻ അധികാരം രാഷ്ട്രപതിക്കാണ്. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇനി മൗലിക അവകാശങ്ങളാണെങ്കിൽ USA ന്ന്. അതുപോലെ റിട്ടുകൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ എന്നാണെന്നും ഓർത്തു വയ്ക്കുക. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 ആണ്. ഇപ്പൊ രാജ്യസഭ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ. കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കേരളത്തിന്റെ കടൽത്തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി അല്ലെങ്കിൽ അഡാക് എന്നും ഓർത്തു. കേരളത്തിന്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിന്റെ കടൽത്തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. ഈ മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അഡാക് അല്ലെങ്കിൽ കേരള ജല കൃഷി വികസന ഏജൻസി എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ വന്യജീവി സങ്കേതം ദേശീയോദ്യാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ശരിയായവ എന്താണ്? 2ഉം 3ഉമാണ് ശരി. ഇത് പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് ഓർത്തു വയ്ക്കാം. ഇനി മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. 2020 നിലവിൽ വന്നാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അത് മലപ്പുറത്താണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ അതിൽ ശരി ഏതാണ്? പാമ്പാടും ചോല ഇടുക്കി ജില്ല, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ല. ഇത് രണ്ടുമാണ് ശരിയായ ജോഡി. അടുത്ത, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. ഇതിൽ കേരളം സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്നുള്ളത് ശരിയാണ്. അതുപോലെ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പൊ മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. അതുപോലെ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇനി കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ. കേരളത്തിൽ വിവിധ വൈദ്യുതി സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇതിലെ മൂന്നാമത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. ബാക്കി 3ഉം കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയാണ്. ഇപ്പൊ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. കേരളത്തിൽ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. ഇനി പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണെന്നും ശരിയാണ്. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ എല്ലാം ശരിയായവയാണ്.
അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. അഷ്ടമുടിക്കായൽ എന്താ അറിയപ്പെടുന്നത്? കേരളത്തിലെ കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന അഷ്ടമുടിക്കായലാണ്. ഈ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വ്യാപിച്ച് കിടക്കുന്നു. അപ്പൊ അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. അതുപോലെ തന്നെ വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളെ വ്യാപിച്ചു കിടക്കുന്നു. അടുത്ത ചോദ്യം, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ജാവലിൻ ആണ്. ഇനി കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ ആണ് കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് മദ്രാസിലാണ്. ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് മദ്രാസിലാണ്. 1913 ഖദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് 1913 നേതൃത്വം നൽകിയത് ലാലാ ഹർദയാലാണ്. ലാലാ ഹർദയാലാണ് ഖദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് 1913 ഓർത്തു വയ്ക്കുക. താഴെ പറയുന്നതിൽ ബാലഗംഗാധര തിലകിന്റെ ജേണൽ ഏതാണ്? ബാലഗംഗാധര തിലകിന്റെ ജേണലാണ് മറാത്ത. ബാലഗംഗാധര തിലകിന്റെ ജേണലാണ് മറാത്ത. താഴെ പറയുന്ന പ്രസ്താവനയിൽ മുഹമ്മദ് യൂനിസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? മുഹമ്മദ് യൂനിസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഗ്രാമീണ ബാങ്ക് സ്ഥാപകൻ, നൊബേൽ സമ്മാന ജേതാവ്. അപ്പൊ ഗ്രാമീണ ബാങ്ക് സ്ഥാപകനും നൊബേൽ സമ്മാന ജേതാവും ആരുമായി ബന്ധപ്പെട്ടാണ്? മുഹമ്മദ് യൂനിസ് വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഗ്രാമീണ ബാങ്ക് സ്ഥാപകനാണ്, അതുപോലെ നൊബേൽ സമ്മാന ജേതാവുമാണ്. സെബി എന്നിവയുടെ പൂർണ്ണരൂപം എന്നാണ്. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40 ആണ്. പാരീസ് ഒളിമ്പിക്സ് അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 40 ആണ്. അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന് അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായി ഈ പേരുകൾ താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിസൈലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അഗ്നി സൂര്യ. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായി അഗ്നി സൂര്യ മിസൈലുകളാണെന്ന് ഓർത്തുവയ്ക്കും. അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്തത്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. അതിൽ അംഗമല്ലാത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അല്ലാടി കൃഷ്ണസ്വാമി ആയാലും KM മുൻഷിയും ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണെന്ന് ഓർത്തുവയ്ക്കുക. മതസ്വാതന്ത്ര്യത്തിലുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 25-ലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ 1932 ഒക്ടോബർ 2 അവസാനിപ്പിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ്? ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് 1932 ഒക്ടോബർ 2 K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. അപ്പൊ ഇത്രയുമാണ് LGS ഫസ്റ്റ് സ്റ്റേജിലെ GK ക്വസ്റ്റ്യൻസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബാക്കി പോർഷൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് ടോപ്പിക്സ്, ആ ഓരോ ടോപ്പിക്സും പഠിച്ചു പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മാത്സ് പോർഷൻസ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പം ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.